ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് മീ, മൈ കോഴ്സ്, എൻ്റെ ഓസ്ട്രേലിയൻ ജേർണി. ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്നെപ്പറ്റിയെല്ലാം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് മടിച്ച് നിൽക്കാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാൻ നിർത്തി. ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നതെങ്കിൽ, എൻ്റെ പേര് അശ്വതി. ഞാൻ 4 കൊല്ലത്തിൽ കൂടുതലായി ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വന്നിട്ട്. അപ്പോൾ എന്നെപ്പറ്റിയുള്ള ജേർണി, എൻ്റെ എക്സ്പീരിയൻസ്, എനിക്കറിയാവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ്, ഇതൊക്കെയാണ് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. അതുകൂടാണ്ട് നമുക്കൊരു ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്ത് 2600 കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്. അവരെല്ലാവരും ഓസ്ട്രേലിയയിട്ട് വരാനിരിക്കുന്നവർ, ഓൾറെഡി ഓസ്ട്രേലിയ ഉള്ളവരൊക്കെയാണ്. അത് തുടങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വന്ന സമയത്ത് എനിക്ക് അതേ ആളുകളെ അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ കണക്ഷൻസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു അവസ്ഥ ഇനി വരാനുള്ള സ്റ്റുഡൻസിന് ഉണ്ടാവരുതെന്നും കൂടി ഓർത്തിട്ടാണ് ആ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാൻ നിർത്തും. എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ത് പഠിക്കാനാണ് ഓസ്ട്രേലിയയിൽ വന്നത്? ഞാൻ നാട്ടിൽ BCom ആണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇവിടെ പഠിക്കാൻ വന്നത് MCom ഫൈനാൻസ് ആണ്. ഞാൻ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്? ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ ആണ്. GO8 യൂണിവേഴ്സിറ്റിയാണ്. എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് ആ യൂണിവേഴ്സിറ്റിന്ന്. സൂപ്പർ യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, UW ഇത്രയും നല്ല റാങ്കിങ് ഉള്ള കാരണം നല്ല എക്സ്പെൻസീവാണ് ബാക്കി യൂണിവേഴ്സിറ്റീസിനെ അപേക്ഷിച്ച്. അപ്പോൾ അതാണ് യൂണിവേഴ്സിറ്റിനെ പറ്റി പറയാൻ നേരത്ത്. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടാറ്, ഈ ഒരു കോഴ്സിന് എത്ര ഫീസാണ് ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടി വന്നത്? എൻ്റെ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് $76,600 ആയിരുന്നു. 2 വർഷത്തെ കോഴ്സായിരുന്നു. ഒബ്വിയസ്ലി മാസ്റ്റേഴ്സാണ്, 2 കൊല്ലത്തെ കോഴ്സാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 40% സ്കോളർഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ആ ഒരു സ്കോളർഷിപ്പ് കാരണം എൻ്റെ ആകെ ഫീസ് വരുന്നത് വെറും 46,600 ആയിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ 76,600 ആണ്. പക്ഷേ സ്കോളർഷിപ്പ് കാരണം എനിക്ക് 46,600 അടയ്ക്കേണ്ടി വന്നോളൂ. എൻ്റെ സ്കോളർഷിപ്പിൻ്റെ പേരെന്ന് പറഞ്ഞത് ഗ്ലോബൽ എക്സലൻസ് സ്കോളർഷിപ്പ് എന്നാണ്. എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് സ്കോളർഷിപ്പ് കിട്ടിയത്. എൻ്റെ കേസിൽ ഓട്ടോ അപ്രൂവൽ ആയിരുന്നു. എനിക്ക് വേറെ അങ്ങനെ അപ്ലൈ ചെയ്യേണ്ടിയൊന്നും വന്നില്ല, ഓട്ടോ അപ്രൂവൽ ആയിരുന്നു. എന്തിൻ്റെ ബേസിസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അക്കാഡമിക്സിലെ ബേസിലായിരുന്നു. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇനി സ്കോളർഷിപ്പിനെ പറ്റി പറയാൻ നേരത്ത്. അടുത്ത എന്നോട് കുറേ പേര് ചോദിക്കുന്നത്, ഞാൻ ഓസ്ട്രേലിയയിൽ വന്നിട്ട് എത്ര നാളായി? ഞാനിപ്പോൾ 4 കൊല്ലത്തിൽ കൂടുതലായി. അതിൻ്റെ കൂടെ എല്ലാവരും ചോദിക്കുന്നതാണ് എനിക്ക് PR ആയോ എന്ന്. എനിക്ക് ഇതുവരെ PR ആയിട്ടില്ല. ഞാൻ PR ആപ്ലിക്കേഷൻ ഇതുവരെ വയ്ക്കണം. പിന്നെ ഇപ്പോൾ ഞാൻ സ്റ്റേ ബാക്ക് പീരീഡിലാണ്. എനിക്ക് സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ 485 എത്ര നാളത്തേക്ക് സ്റ്റേ ബാക്ക് കിട്ടിയെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. 2 വർഷത്തെ മാസ്റ്റേഴ്സ് ആയിരുന്നു. എനിക്ക് 3 വർഷമാണ് സ്റ്റേ ബാക്ക് കിട്ടിയത്. അപ്പോൾ അതാണ് സ്റ്റേ ബാക്കിനെ പറ്റി പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ പഠിക്കുകയാണ്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു എന്തുകൊണ്ടാണ് ഫൈനാൻസ് പഠിച്ച ഞാൻ ഗ്രാജുവേറ്റ് ഡിപ്ലോമ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിൽ പഠിക്കാനായിട്ട് ചൂസ് ചെയ്തത്. ഒന്നാമത്തെ മെയിൻ റീസൺ എല്ലാവർക്കും അറിയായിരിക്കും, ഫൈനാൻസ് അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡിന് PR ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. അതൊരു കാരണം കൊണ്ടാണ്, മെയിൻ ഒരു കാരണം കൊണ്ടാണ് ഈ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എടുത്തത്. അതുകൂടാണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ടേ തൊട്ട് കമ്മ്യൂണിറ്റി സർവീസ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക്, വോളണ്ടിയറിങ്, അത് റിലേറ്റഡ് വല്ലതും എടുക്കണമെന്ന്. എനിക്ക് PR പെട്ടെന്ന് കിട്ടാനാണെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഷെഫോ നഴ്സിങ്ങോ അതൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ഇതെടുക്കാൻ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വർത്തമാനം പറയാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. ഈ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 0 to 5 years ഉള്ള കൊച്ചുങ്ങളുടെ കൂടെ അല്ലെങ്കിൽ കുട്ടികളുടെ പഠിപ്പിക്കുക, അവരെ അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിന് അവരുടെ ഭാഗമാകുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാട്ടിലൊക്കെ കിൻഡർ ഗാർഡൻ അത് തന്നെയാണ് സംഭവം. അവിടെ നമ്മൾ ടീച്ചറായിട്ട് ആ ഒരു സംഭവമാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, PR കൂടാതെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിങ്ങനെ ആളുകളോട് ഇടപഴകിയുള്ളൊരു ജോലികൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് അക്കൗണ്ടിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഇപ്പോൾ ഫൈനാൻസ് എടുത്തപ്പോൾ ഞാൻ കുറച്ച് നാൾ ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്ത സമയത്ത് അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ കുത്തിയിരിക്കുക, ആ ഒരു ജോലി എനിക്ക് പറ്റിയതല്ല എന്നും കൂടി ഓർത്തിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് മാറാൻ വേറൊരു കാര്യം. പിന്നെ ഞാൻ പെർത്തിലായിരുന്നു, പെർത്തിൽ നിന്ന് മാറി ഇപ്പോൾ മെൽബണിലാണ്. അപ്പോൾ അതിന് റിലേറ്റഡ് കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ട് പെർത്ത് ഒരു റീജിയണൽ ഏരിയ ആയിട്ടും അത് നിർത്തിയിട്ട് മെൽബണിലോട്ട് വരാൻ കാരണം. അപ്പോൾ അതിന് ഒരേ ഒരു കാരണമുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഞാൻ നോക്കുന്ന സമയത്ത് പെർത്തിൽ ആ സമയത്ത് ആ ഒരു ഡിഗ്രി ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മെൽബണിലേക്ക് മൂവ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ പെർത്തിൽ തന്നെ നിന്നേനെ. എനിക്കത് കാരണം പെർത്തിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത കാരണം എൻ്റെ റീജിയണൽ ഏരിയയുടെ ഒരു എക്സ്ട്രാ 1 year സ്റ്റേ ബാക്ക് ഇനി എനിക്ക് കിട്ടത്തില്ല. അത് കൂടാണ്ടാട്ടോ എനിക്ക് 3 years സ്റ്റേ ബാക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും മൂവ് ചെയ്യത്തില്ല. പെർത്ത് കൊള്ളില്ലാത്തത് കൊണ്ടല്ല ഞാൻ മൂവ് ചെയ്തത്. ഈ ഒരു ഓപ്ഷൻ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ മെൽബണിലോട്ട് മൂവ് ചെയ്തത്. പിന്നെ കുറേ പേര് എന്നോട് ഈ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്.
അത് 1 വർഷത്തെ കോഴ്സാണ്. എനിക്ക് ഏകദേശം 30,000, എനിക്ക് തോന്നുന്നു $31,000 ഈ ഒരു കോഴ്സിനായത്. ഇതിന് ഇൻറ്റേൺഷിപ്പ് ഉണ്ടോയെന്ന് കുറേ പേര് ചോദിച്ചു. 2 സെമസ്റ്ററിലും നമ്മൾ ഇത്ര ഡേയ്സ്, ഇപ്പോൾ എൻ്റെ കേസ് വരുവാണെങ്കിൽ 30 ഡേയ്സ് വെച്ചിട്ട് നമ്മൾ പ്രാക്ടിക്കൽ പ്ലേസ്മെൻറ്റ് പോലെ ചെയ്യണം. അത് നിങ്ങൾ പഠിക്കുന്ന കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അതാണ് അത് റിലേറ്റഡ് പറയാനുള്ളത്. പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കുന്ന സംഭവമാണ് എൻ്റെ ഇപ്പോഴത്തെ ജോലി എന്താണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് എഡ്യൂക്കേറ്റർ ആയിട്ടാണ്. ഞാൻ പഠിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് ടീച്ചറായിട്ടെന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക്കലി ടീച്ചർ തന്നെയാണ്. പക്ഷേ നമ്മൾ ആ ഒരു ഡിഗ്രി കഴിയുമ്പോഴാണ് നമുക്ക് ECT എന്നുള്ളൊരു റോളിട്ട് പ്രോപ്പറായിട്ട് കയറാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ എഡ്യൂക്കേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 3 to 5 years ഉള്ള കുട്ടികളുടെ കൂടെയാണ് ഞാൻ. ബേസിക്കലി അവരെ പഠിപ്പിക്കുക കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ കേസ് വരാൻ നടന്ന് നമുക്ക് ഇവിടെ പറയുന്നൊരു കാര്യം, അവർ നമ്മൾ ഷൂ കെട്ടാൻ പോലും ഹെൽപ്പ് ചെയ്യരുത്. അവർ തന്നെ പഠിക്കേണ്ട സ്റ്റേജാണിത്. അപ്പോൾ അവരെ ബേസിക്കലി നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക, ഇൻഡിപെൻഡൻ്റ് ആവാൻ പഠിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ എന്താണ് നഴ്സറി, കിൻഡർ ഗാർഡൻ ഒക്കെ ഉണ്ടല്ലോ, അവിടെ എന്താണോ അതേപോലെയൊക്കെ തന്നെ. പക്ഷേ അവർ കുറച്ചുകൂടി ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേഴ്സും ഇൻഡിപെൻഡൻ്റ് ആവാനും റിയൽ ലൈഫിൽ എന്താണോ ചെയ്യുന്നത് അതാണ് ഇവിടെ മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് അറിയണം. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുവാണെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇപ്പം നമ്മൾ ഒരു ദിവസം പഠിക്കുന്ന കൈൻഡ്നെസ്സിനെ പറ്റിയിട്ടായിരിക്കും, അടുത്ത ദിവസം പഠിപ്പിക്കുന്നത് ചിലപ്പോൾ എങ്ങനെയാണ് റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കുന്നതിനെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ അവരെ കുറച്ചുകൂടി അഡാപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ മാറ്റങ്ങളെ അഡാപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. അതൊക്കെയാണ് മെയിനായിട്ട് ഇപ്പോൾ എൻ്റെ ഇതിനകത്ത് വരുന്നത്. അപ്പം അടുത്ത ചോദ്യം എനിക്ക് കിട്ടാറ്, എനിക്കെങ്ങനെയാണ് ആ ഒരു ജോലി കിട്ടിയത്, ആ ഒരു ജോലി കിട്ടാനായിട്ട് ഈ ഒരു ഡിഗ്രി പഠിക്കണോ എന്നൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ ഈ ഒരു ഡിഗ്രി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് 3 ഇയർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എടുത്താൽ മാത്രമാണ് ഈ ഒരു ജോലി കിട്ടുള്ളൂ. എനിക്കെങ്ങനെ ജോലി കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ എനിക്ക് ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇൻറ്റേൺഷിപ്പിന് കയറിയ സ്ഥലത്ത് തന്നെ അവർ തന്നെ, അതായത് ആ എംപ്ലോയർ തന്നെയാണ് എനിക്കൊരു ജോലി ഓഫർ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഒരു ജോലിക്ക് കയറിയത്. പിന്നെന്താ എന്നോട് ചോദിക്കാറ്, ഏജൻസിനെ പറ്റിയിട്ട്. എന്നോട് കുറേ പേര് നാട്ടിൽ നിന്ന് വന്ന ഏത് ഏജൻസിയാണ് ഒരു ഏജൻസി സജസ്റ്റ് ചെയ്യാവുന്നത്. ഞാൻ ആരെയും ഏജൻസി സജസ്റ്റ് ചെയ്യാറില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഏത് ഏജൻസിയാണ് നല്ലത്. കുറേ ഏജൻസീസ് ആണെങ്കിലും കൊളാബറേഷനും കമ്മീഷൻ തരാമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ ഒറ്റ ഏജൻസിയുടെയും വീഡിയോ ചെയ്യാത്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എത്ര പറ്റിപ്പാണ് ഏജൻസീസ് എന്ന്. അപ്പോൾ എന്നോട് ആരും ഏജൻസിനെ പറ്റി ചോദിക്കരുത്, ഞാനത് സജസ്റ്റ് ചെയ്യാറില്ല. എനിക്ക് ഇവിടെ വന്നപ്പോൾ വേറൊരു കാര്യം മനസ്സിലായത്, കുറേ പേര് തന്നെ അപ്ലൈ ചെയ്ത് വന്നവരുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ, റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചാൽ അവർ ഹെൽപ്പ് ചെയ്യും, അവർക്ക് മെയിൽ അയച്ചാൽ അവരപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ കുറേ പേര് തന്നെ അപ്ലൈ ചെയ്ത് വന്നവരുണ്ട് ഏജൻസി അല്ലാതെ. അപ്പോൾ ആ ഒരു പോയിൻ്റ് എനിക്ക് പറയാനുണ്ട്. പിന്നെ കുറേ പേര് എന്നോട് മെഗ്ഡി, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഞാൻ വന്ന സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ കുറേ നാൾ ഞാൻ ലോങ് ടേം ചെയ്തൊരു ജോലിയാണ് മെക്ഡൊണാൾഡ്സിൽ ഷിഫ്റ്റ് മാനേജറായിട്ട്. അപ്പോൾ ആ ഒരു ജോലി എങ്ങനെ കിട്ടിയെന്ന് എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ വന്ന സമയത്തൊക്കെ ജോലി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. കോവിഡിൻ്റെ സമയമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് എനിക്കൊരു വോളണ്ടിയറിങ് ചെയ്തപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഫിഷ് ആൻഡ് ചിപ്സ്, അവിടെ നമ്മൾ ഫ്രീമാൻഡിലുള്ള ഒരു ഫിഷ് ആൻഡ് ചിപ്സിൽ എക്സ്പീരിയൻസ് കിട്ടി, അവിടെ ജോലി കിട്ടി. അത് കഴിഞ്ഞപ്പോൾ എക്സ്പീരിയൻസ് ആയി. അപ്പോൾ ഫിഷ് ആൻഡ് ചിപ്സിൽ എക്സ്പീരിയൻസ് കണ്ടിട്ടാണ് എന്നെ മെക്ഡൊണാൾഡ്സിലേക്ക് ജോലിയിലേക്ക് വിളിച്ചത്. അവിടെ വർക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു 1 കൊല്ലം ആവണതിന് മുന്നേ എനിക്ക് മാനേജർ ആവണ്ടോ എന്ന് അവർ ഇങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ എൻ്റെ ആ സമയത്ത് അൺലിമിറ്റഡ് വർക്കിംഗ് അവേഴ്സ് ഉണ്ടായിരുന്നു, കോവിഡ് ആയതുകൊണ്ട്. അപ്പോൾ 5 ദിവസം ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ടും അത്യാവശ്യം നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് മാനേജർ ആവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് അപ്പം തന്നെ ആവാൻ പറ്റുന്നൊരു സംഭവമല്ല. നമ്മളൊരു ക്രൂ കോച്ചായി പിന്നെ മാനേജർ ആവുന്നൊരു സംഭവമാണ്. അതുകൂടാണ്ട് അതിന് അവർ തന്നെ കുറേ കോഴ്സസും, അതുകൂടാതെ കുറേ ഇപ്പോൾ ഫയർ ട്രെയിനിങ് ആയിക്കോട്ടെ, ഫസ്റ്റ് എയ്ഡ് ആയിക്കോട്ടെ, അങ്ങനെ കുറേ കോഴ്സസും ട്രെയിനിങ്ങൊക്കെ അവർ തന്നെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മാനേജറായിട്ട്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു, ചേച്ചി എങ്ങനെ മാനേജറായിരുന്നു. അതാണ് എൻ്റെ ജേർണി. പിന്നെ ഞാൻ പെർത്തിൽ നിന്ന് മെൽബണിലോട്ട് വന്നപ്പോൾ എനിക്ക് ആ ഒരു റോള് തന്നെ ഇവിടെ എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ തുടക്കത്തിൽ എനിക്ക് പാർട്ട് ടൈമിൻ്റെ കാര്യം അധികം വെറി ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഞാനത് റിസൈൻ ചെയ്തു, ഈ ഒരു എഡ്യൂക്കേറ്ററിൻ്റെ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ റോള് കിട്ടിയപ്പോൾ. അതാണ് അതിനെ പറ്റിയിട്ട്. പിന്നെ എന്താ എന്നെപ്പറ്റി വേറൊരു ചോദ്യം, ഞാൻ സിംഗിളാണോ? ഞാൻ സിംഗിളാണ്, ഹാപ്പിലി സിംഗിളാണ്. അതെന്നോട് കുറേ പേര് ചോദിക്കുന്നു. എനിക്കറിയാം പഠിക്കുന്ന റിലേറ്റഡ് അല്ല,
പിന്നെ ഇപ്പം എന്നെപ്പറ്റി പറയാൻ എന്താ ഉള്ളത്? എന്നെപ്പറ്റി ഇപ്പോൾ പറയാൻ, ഞാൻ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ മെൽബണിൽ സിറ്റി തന്നെയാണ് താമസിക്കുന്നത്. ഞാനും ഒരു ഫ്രണ്ടും ഞാനൊരു കൂട്ടുകാരിയും കൂടി ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്താണ് താമസിക്കുന്നത്. നമ്മുടെ റെൻ്റ് എന്ന് പറയുന്നത് 2 പേർക്ക് കൂടി $400 ഒരാഴ്ച, പ്ലസ് യൂട്ടിലിറ്റീസ്, വൈഫൈ എക്സ്ട്രയാണ്, ഇലക്ട്രിസിറ്റി എക്സ്ട്രയാണ്. അതാണ് ഇത്. സിറ്റി തന്നെയാണ്. ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് കുറച്ച് പേര് ചോദിച്ചു. എനിക്ക് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് വഴിയാണ് ഈ ഒരു അക്കോമഡേഷൻ കിട്ടിയത്. കുറേ പേര് ഈ അപ്പാർട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ അതിൻ്റെ ഇൻസ്പെക്ഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ആകെ ഒരു ഇൻസ്പെക്ഷനാണ് പോകേണ്ടി വന്നുള്ളൂ. ദൈവം സഹായിച്ചു. ഇതെൻ്റെ ഫസ്റ്റ് ഇൻസ്പെക്ഷന് വന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണ്. ഈ ഫസ്റ്റ് ഇൻസ്പെക്ഷനിൽ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടി. അത് കാരണം അധികം ഇൻസ്പെക്ഷനൊന്നും പോകാൻ പറ്റിയില്ല. അപ്ലൈ ചെയ്തു, കിട്ടി. അവർ പേ സ്ലിപ്പും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നമ്മളോട് എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കും. പിന്നെന്താ ക്ലാസ്സിൻ്റെ ടൈമിങ്സ് എങ്ങനെയാണ്, അസൈൻമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാസ്റ്റേഴ്സിൻ്റെ സമയത്താണെങ്കിൽ യൂഷ്വലി 4 യൂണിറ്റാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഓരോ ക്ലാസ്സും 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ ഒരാഴ്ചയിൽ ചിലപ്പോൾ മാക്സിമം ഞാൻ എല്ലാവരും പറയുന്നത് 2 ദിവസത്തിനുള്ളിൽ എല്ലാ 4 ക്ലാസ്സും തീർക്കാൻ നോക്കുക. അപ്പോൾ ബാക്കി ദിവസം നിങ്ങൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ എൻ്റെ ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണെങ്കിലും അതുപോലെ തന്നെയാണ്. 4 യൂണിറ്റാണുള്ളത് ഓരോ സെമസ്റ്ററിൽ. അപ്പോൾ 8 യൂണിറ്റ് 2 സെമസ്റ്ററിലൂടെയും കൂട്ടിയിട്ട് 2 മണിക്കൂർ വെച്ചിട്ടാണ് ഓരോ ക്ലാസ്. പിന്നെ ഓരോ ജോലിയുടെയും ഇത് തന്നിട്ട് ഓരോ കോഴ്സ് തന്നിട്ട് ചേച്ചി ഇത് പഠിച്ചാൽ PR കിട്ടുമോ, അത് പഠിച്ചാൽ PR കിട്ടുമോ എന്ന് കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ CSO ലിസ്റ്റിനെ പറ്റിയിട്ടൊക്കെ എല്ലാവരും പറയുന്നതാണ്. കോർ സ്കിൽ ഓക്യുപ്പേഷൻ ലിസ്റ്റ് അത് നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം ഓസ്ട്രേലിയയുടെ കാര്യം തുറന്നു പറയാമല്ലോ, എപ്പോൾ വേണമെങ്കിലും ഡിമാൻഡ് മാറാം. എപ്പോൾ വേണമെങ്കിലും ഡിമാൻഡ് ഇല്ലാത്ത സാധനത്തിന് ഡിമാൻഡ് വരാം, ഡിമാൻഡുള്ള സാധനത്തിന് ഡിമാൻഡ് എടുത്തു കളയാം. ആ ഒരു സിറ്റുവേഷനാണ്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കൊരിക്കലും നിങ്ങളോടൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ CSO ലിസ്റ്റ് നോക്കുക. അതാണ് ഓസ്ട്രേലിയയിലെ കറണ്ട് ഡിമാൻഡ്, അതായത് ലേബർ ഡിമാൻഡ് പഠിച്ചു കഴിഞ്ഞിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണത്. പിന്നെ എന്നാ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എവരിത്തിങ് കവർ ചെയ്തു എന്ന്. ഇൻ കേസ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്കിപ്പ് ചെയ്തെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. വേറെ എന്നാ, എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്നിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. കുറേ പേര് പിന്നെ എനിക്ക് പറയാനുള്ളത് വിസയുടെ കേസ്. കുറേ പേര് വിസയ്ക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ വന്നില്ലല്ലോ ചേച്ചി, എന്താ വരാത്തേ? വന്നോളും, ടെൻഷൻ അടിക്കേണ്ട, എന്തായാലും വന്നോളും. ഇപ്പോൾ കുറച്ചുകൂടി പ്രോസസ്സിങ് ഫാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്, സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു സപ്പോർട്ടാണ് ഇനിയും വീഡിയോസ് ഉണ്ടാക്കാനുള്ള എൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. നമ്മുടെ ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യുക. അത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ബൈ ബൈ.